നമസ്കാരം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കൂത്താട്ടുകുളത്തുള്ള ഒരു വ്യാജ MDS ഡെൻ്റൽ സർജൻ എന്ന് പറഞ്ഞ് ഞെളിഞ്ഞു നടന്ന ഒരു വ്യക്തിയെപ്പറ്റി വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ആവർത്തിച്ച് അതിനെപ്പറ്റി പറയേണ്ടതായിട്ട് വരുന്നത്. കാരണം ഇതിങ്ങനെ ആവർത്തിച്ച് പറയുന്നതിന് വലിയ താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷേ ആ വ്യക്തി തന്നെ ചില കുറുക്കുവഴികൾ തേടുന്നതുകൊണ്ട് അതിൻ്റെ വിവരണങ്ങൾ ഒന്ന് പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. ഇത് മറ്റൊന്നുമല്ല, കാരണം ആ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് താൻ വ്യാജനല്ല എന്നൊക്കെ പുള്ളിക്കാരന് ഓടിച്ചെന്ന് സത്യവാങ്മൂലമൊക്കെ ഓൾറെഡി കോടതി കൊടുക്കുകയും അതുപോലെ തന്നെ പോലീസ് അധികാരികളെ പോലും കൂടെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആ കോടതി ഉത്തരവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് അയാൾക്കെതിരെ വീഡിയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു ഉത്തരവുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പാല രാമപുരം പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചാനലുകാരെ ഇന്ന് അവിടെ വിളിപ്പിക്കുകയൊക്കെ ഉണ്ടായി. എന്താണെങ്കിലും ശരി, അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പരാതിയും കൊണ്ട് ചെന്നവൻ തന്നെ അവിടുന്ന് ഓടേണ്ട അവസ്ഥയിലേക്ക് വന്നതായിട്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു അറിവെന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളെ കൊണ്ടുവന്ന് ഈ ഒന്നാമത്തെ കാര്യം, ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന ആ ഗൗരവം കൂടിയ ഒരു കംപ്ലൈൻ്റ് ആണെന്നുള്ളത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ മനസ്സിലായി. കോടതിയെയാണെങ്കിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സത്യവാങ്മൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ കുടുംബ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോയിലുണ്ട് വന്നിരിക്കുന്ന ഒരു അലിഗേഷന് വേണ്ടിയിട്ടാണ് അയാൾക്ക് ഒരു ഇൻ്ററിം ഓർഡർ ഉണ്ടായിരുന്നത്. അതായത് അയാളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്നതിനകത്തുള്ള ഒരു അപാകത ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു കോടതി അതിനകത്ത് ഒരു ഇൻ്ററിം ഓർഡർ കൊടുത്തിരുന്നത്. പക്ഷേ അത് സ്വാഭാവികമായിട്ടും അതിന് എതിർ സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ കോടതി അതിനുശേഷം സിറ്റിംഗ് ഉണ്ടാകാതെ ഇരിക്കുകയും കോടതി അടുത്ത സിറ്റിംഗ് ഓഗസ്റ്റ് മാസത്തിലേക്ക് മാറ്റിവെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതങ്ങനെ നിലനിൽക്കുന്നത് മാത്രമാണ് അതിനകത്തുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കടുകുമണിയോളം പോലും ബന്ധമുള്ള ഒരു കാര്യമല്ല എന്ന് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കാരണം അയാളുടെ കുടുംബ പ്രശ്നമോ അല്ലെങ്കിൽ അയാളുടെ ഭാര്യനെ മക്കളെ ഉപേക്ഷിച്ച് വേറെ സ്ത്രീകളുമായിട്ട് ഒരുമിച്ച് കഴിയുന്നതോ അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. അതല്ലെങ്കിൽ അവരത് നോക്കേണ്ടതാണ്. അതല്ലെങ്കിൽ അയാളുടെ നിലവിലുള്ള ഒറിജിനൽ ഭാര്യയും മക്കളും അതിന് പരമായിട്ടുള്ള നിയമ നടപടികളായിട്ട് മുന്നോട്ട് പോകേണ്ടതൊക്കെയാണ്. അത് ഞങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നില്ല. പക്ഷേ സ്വാഭാവികമായിട്ട് ആ ഒരു വിഷയത്തിലെ വില്ലൻ ആ വ്യക്തി ആയിരുന്നതുകൊണ്ട്, അതായത് ഈ രാജു മാത്യു എന്ന വ്യക്തി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഇയാൾ ഈ വ്യാജ ദന്തൽ സർജനായിട്ട് കൂത്താട്ടുകുളത്ത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് 10-20 വർഷത്തിൽ കൂടുതലധികമായി ഇയാളിങ്ങനെ ദന്തൽ സർജൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെളിഞ്ഞ് നടന്ന് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾക്ക് പൊളിച്ചെടുക്കേണ്ടതായിട്ട് വന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ ഗൗരവമേറിയ ഒരു 5-6ഓളം കുറ്റങ്ങളാണ് ആ വ്യക്തി ചെയ്തിട്ടുള്ളത്. അത് ഞങ്ങൾ തെളിവ് സഹിതം ഇവിടുത്തെ സർക്കാർ ഉന്നത തലങ്ങളിൽ ആരോഗ്യ വകുപ്പിനെയും അതുപോലെ തന്നെ പോലീസ് ചീഫിനെയും ഞങ്ങൾ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങളെ കഴിഞ്ഞ ദിവസം വീഡിയോ പോലും ചെയ്തിരുന്നത്. എന്താണെങ്കിലും അതിനൊന്ന് തടയിടാനെന്നൊക്കെ കരുതിക്കൊണ്ടായിരിക്കണം ആ വ്യക്തി ആ ഇൻ്ററിം ഓർഡർ നിലനിൽക്കുക അത് കോടതിനെ ഒന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഒരു സത്യവാങ്മൂലമൊക്കെ കൊടുത്തത്. പക്ഷേ അത് കോടതി അത് പരിഗണിക്കാനായിട്ടൊക്കെ വെച്ചിട്ടുള്ളൂ. കാരണം കോടതിക്ക് ഇനിയും ഇങ്ങനെ ആരെങ്കിലുമൊക്കെ സത്യവാങ്മൂലം കൊടുക്കുമ്പോൾ ഞാൻ വളരെ ഡീസൻ്റാണ് അല്ലെ ക്ലിയർ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യവാങ്മൂലം കൊടുത്തു കഴിഞ്ഞാൽ അത് കേട്ട് ഉത്തരവിടാനിരിക്കുന്നതല്ല കോടതികൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും പരിശോധിക്കുമ്പോൾ എവിഡൻസുകൾ പരിശോധിക്കുമ്പോൾ കോടതി തന്നെ പറയും ഇയാളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് അകത്തിടാനായിട്ട് പറയും. ഇനിയിപ്പോൾ അതങ്ങനെ നിൽക്കട്ടെ, അത് കോടതിയുടെ മുമ്പിലേക്ക് വരുമ്പോഴുള്ള ഒരു കാര്യമാണ്. അതിന് മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ, ഇവിടെ ഈ ആരോഗ്യ വകുപ്പിൻ്റെ തലപ്പത്തും പോലീസ് ചീഫിനും ഇത് രേഖാമൂലം തന്നെ പരാതി ഞങ്ങൾ കൊടുത്തിരിക്കുന്നതാണ്. അത് എവിഡൻസ് സഹിതം ഏതാണെങ്കിലും അതിൻ്റെ അന്വേഷണം വളരെ ഗൗരവത്തിൽ തന്നെ നടക്കുന്നു എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ശക്തമായിട്ടുള്ള അന്വേഷണം, അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ വിജിലൻസ് വിങ്ങും ശക്തമായിട്ട് അന്വേഷിക്കുന്നതായിട്ടാണ് നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ സ്ഥാപനം, കാരണം ലോക്കൽ ബോഡി ആണല്ലോ ഇതൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്, അവരുടെ ഭാഗത്തു നിന്നുള്ള അന്വേഷണവും അതുപോലെ തന്നെ അവർ റിപ്പോർട്ടിങ്ങിന് വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് അതിൻ്റെ അപ്ഡേഷൻ. അപ്പോൾ ഇതിനെയൊക്കെ ഒന്ന് മറയിടാനും ഒന്ന് തടയിടാനും എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാമല്ലോ എന്ന് കരുതിക്കൊണ്ടായിരിക്കണം ഈ വ്യക്തി ഈ പാലായ്ക്കടുത്തുള്ള രാമപുരം പോലീസ് സ്റ്റേഷനിൽ, കാരണം അയാളുടെ അഡ്രസ്സ് അവിടെ ആയതുകൊണ്ട് കൂടിയായിരിക്കും അവിടെ കൊണ്ടുവന്ന് ഒരു പരാതിയൊക്കെ കൊടുത്തത്. എന്താണെങ്കിലും ഇന്ന് ബഹുമാനപ്പെട്ട രാമപുരം SHO അത് വളരെ ഗൗരവമായിട്ട് തന്നെ അത് കാണുകയും ഞങ്ങളെ വിളിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ വ്യക്തി അപ്പോഴത്തേക്ക് അവിടെ കുറേ ഇയാളുടെ കുറേ സർട്ടിഫിക്കറ്റുകളൊക്കെ ആയിട്ട് എത്തിയിരുന്നു.
അയാൾ വ്യാജനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ. പക്ഷേ അത് ബഹുമാനപ്പെട്ട SHOയ്ക്ക് തന്നെ ആ സർട്ടിഫിക്കറ്റുകൾ പരിശോധിച്ചപ്പോൾ തന്നെ മനസ്സിലായി തട്ടിപ്പാണെന്നുള്ളത്. എന്താണെങ്കിലും ശരി, അദ്ദേഹത്തിന് അറിയാം ഇത് DGPയുടെ നേതൃത്വത്തിൽ കൊടുത്തിരിക്കുന്ന അന്വേഷണത്തിൻ്റെ ഫലമായിട്ട് വേറെ അന്വേഷണം നടക്കുന്നത് കൊണ്ട് അത് അന്വേഷണത്തിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിരിക്കുന്നു. കാരണം ഈ രാമപുരം SHOയുടെ മുമ്പിൽ വന്നിരിക്കുന്ന പരാതി എന്ന് പറയുന്നത് ഈ പ്രതിയായിട്ടുള്ളവൻ കൊടുത്തിരിക്കുന്ന പരാതി ആയതുകൊണ്ട് ആ പരാതിയിൽ മേലുള്ള അന്വേഷണമായിരുന്നു നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിൻ്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടിരിക്കുന്നു. കാരണം ഈ വ്യക്തി എന്ന് പറയുന്നത് ആ സ്റ്റേഷൻ പരിധിയിൽ തന്നെ താമസിക്കുന്ന ഒരു വ്യക്തി തന്നെ ആയിരുന്നു. പക്ഷേ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ ഭാര്യനെയും മക്കളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം മാറി താമസിക്കുന്നു. അതിൻ്റെ പേരിലായിരുന്നു ഞങ്ങൾ ആദ്യം ആ വീഡിയോ ചെയ്യേണ്ടി വന്നത്. പക്ഷേ അത് ആ വിഷയം വേറെ, ആ വിഷയവും ഇപ്പോഴത്തെ ഈ വിഷയവും, കാരണം ഇയാൾ വ്യാജ ദന്തൽ സർജനായിട്ട് സർവീസ് അനുഷ്ഠിക്കുന്ന ഈ ഒരു വിഷയവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത് ഞങ്ങളത് എല്ലായിടത്തും പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ട കോടതിനെ ഞങ്ങളത് ധരിപ്പിച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോടതിക്ക് ഒരു കാരണവശാലും അങ്ങനെ തെറ്റായിട്ട് ഒരു സന്ദേശം വരാൻ പാടില്ലാത്തത് കൊണ്ട് കോടതിനെ ഈ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പ്രതി തന്നെ അങ്ങനെ ഒരു സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് കൊണ്ട് കോടതിയുടെ 100% ബഹുമാനത്തോടും കോടതിയുടെ ഇൻട്രിം ഓർഡറിനെ ഞങ്ങൾ 100% അംഗീകരിച്ചുകൊണ്ടും വളരെ ബഹുമാനത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അന്നും ഇന്നും എന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ ഈ ഒളിച്ചുകളി അത് എവിടെയും നടക്കില്ല എന്നുള്ളത് വ്യക്തമായിട്ട് ഞങ്ങൾ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട് എല്ലായിടത്തും. അതോടൊപ്പം തന്നെ ഇന്ന് ആ രാമപുരം പോലീസ് സ്റ്റേഷനിൽ എന്താണെങ്കിലും ശരി അവിടുത്തെ SHOയ്ക്കും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസേഴ്സിനും ഇയാളുടെ ഈ കള്ളക്കളി കംപ്ലീറ്റ് മനസ്സിലായിരിക്കുന്നു. എന്താണെങ്കിലും ഉന്നത തലങ്ങളിൽ നിന്നുള്ള അന്വേഷണം വളരെ അതിശക്തമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ ഈ രാജീവ് മാത്യുവിൻ്റെ ഈ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞ് അടുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു വളരെ ഗൗരവമായിട്ടുള്ള കുറ്റങ്ങളാണ് ഈ വ്യക്തി ചെയ്തിരിക്കുന്നത്. ഏകദേശം 6ഓളം കുറ്റങ്ങളാണ്. 6ഓളം കുറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇപ്പോഴും എടുത്തു പറയേണ്ടതില്ലല്ലോ എന്ന് കരുതിക്കൊണ്ടാണ്. എങ്കിലും ഈ വ്യക്തി തന്നെ ഇങ്ങനെ ഓരോ പ്രാവശ്യവും പറയിപ്പിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നത് കൊണ്ട് അത് പറഞ്ഞു പോകാതിരിക്കാനും പറ്റില്ല. അതായത് എവിടെയെങ്കിലും ഏതെങ്കിലും പെട്ടിക്കടകളിൽ നിന്ന് അതല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർനെറ്റ് കഫേന്നോ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഇതാണ് എൻ്റെ മെയിനായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ സമ്മതിച്ചു കൊടുക്കാനായിട്ട് ഇവിടെ ഇന്ത്യ ഗവൺമെൻറ് അതിനു വേണ്ടിയിട്ട് ഇരിക്കുകയല്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇദ്ദേഹം പറയുന്ന ഏതോ വിദേശത്തു നിന്നൊക്കെ എന്തൊക്കെയോ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൂടെ ഇന്ത്യ ഗവൺമെൻറ് കൃത്യമായിട്ട് അതിന് ഗൈഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതായത് ഏതെങ്കിലും വിദേശ സർവകലാശാലകളിലെ അത് അംഗീകാരമുള്ള ഇന്ത്യ ഗവൺമെൻറ്, പ്രത്യേകിച്ച് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള സർവകലാശാലയുടെ ഒരു ഡെൻ്റൽ സർജൻ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ, അതായത് MDS സർട്ടിഫിക്കറ്റ് കൊണ്ട് വന്നു കഴിഞ്ഞാൽ പോലും അത് ഇവിടുത്തെ നിയമം അനുസരിച്ച് ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റിൽ 50% മാർക്കോട് കൂടി പാസ്സായി അതിനുശേഷം കേരള ഡെൻ്റൽ കൗൺസിലിൽ രജിസ്റ്റർ ചെയ്തെങ്കിൽ മാത്രമേ കേരളത്തിൽ ഒരു MDS അഡ്രസ് വെച്ചുകൊണ്ട് ഒരു സർജൻ എന്ന നിലയിൽ, ഡെൻ്റൽ സർജൻ എന്ന നിലയിൽ ചികിത്സിക്കാനാവുകയുള്ളൂ. അപ്പോൾ ആ കടമ്പ തന്നെ 4 കടമ്പകളാണ്. അതായത് ഒന്ന്, ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗീകാരമുള്ള സർവകലാശാലയുടെ MDS സർട്ടിഫിക്കറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡെൻ്റൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ സ്ക്രീനിങ് ടെസ്റ്റ് നടത്തി ആ ടെസ്റ്റ് പാസ്സാവണം. ആ ടെസ്റ്റിൽ 50% കൂടുതൽ മാർക്ക് വേണം. ഈ 4 കടമ്പ കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കേരള ഡെൻ്റൽ കൗൺസിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം. ഇത്രയും കടമ്പകൾ കടന്നെങ്കിൽ മാത്രമേ ഈ ഒരു വ്യക്തിക്കും ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിൽ അല്ലെ കേരളത്തിൽ ഒരു ഡെൻ്റൽ സർജൻ എന്ന നിലയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 4 കാര്യങ്ങളിലും ഇദ്ദേഹം വയലേഷൻ നടത്തിയിരിക്കുകയാണ്. അതായത് നിയമവിരുദ്ധമായിട്ടാണ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. അതെന്ന് എന്തായാലും ഇങ്ങനെയൊരു വിഷയം ആ വ്യക്തി തന്നെ നടത്തിയിരുന്ന ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ രാമപുരം SHOയ്ക്കും അവിടുത്തെ ഓഫീസേഴ്സിൻ്റെ സാന്നിധ്യത്തിൽ ചാനലുകാർക്കും അത് വളരെ വ്യക്തമായിട്ട് ബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി എന്നുള്ളത് വളരെ ഒരു സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുകൂടി ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്ത് പറഞ്ഞു പോകുന്നു. പിന്നെ ആ വ്യക്തി പറഞ്ഞിരുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് ഈ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര പബ്ലിസിറ്റിയാണ്, ഇഷ്ടംപോലെ പേഷ്യൻറ്റുകൾ വരുന്നുണ്ടെന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ ഏതായാലും ഈ വ്യക്തി ഇങ്ങനെ ഈ കോടതിയുടെ അടുത്തോ പോലെ പോലീസ് സ്റ്റേഷനിലൊക്കെ ഇതിനു വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം പരാതിയും കൊണ്ട് പോകേണ്ട കാര്യമില്ല എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് ഹൈപ്പ്, കാരണം ഇങ്ങനെ ഒരു വ്യാജ ഡെൻ്റൽ സർജൻ
ഉണ്ട് എന്ന് ഞങ്ങളുടെ വീഡിയോയിലൂടെ അറിഞ്ഞുകൊണ്ട് നൂറുകണക്കിന് പേഷ്യൻ്റ്, അതായത് കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നുള്ള പേഷ്യൻ്റ് ഇയാളെ ഒരു വ്യാജ ദന്തൽ സർജനെ തേടി അങ്ങോട്ട് ചെല്ലുന്നു എന്നുള്ള നിലയ്ക്കാണ് ആ വ്യക്തി പറഞ്ഞ് ഒന്ന് സ്വയം പുളകിതനാകുന്നത്. അതേതായാലും നല്ല കാര്യമാണ്. കാരണം അങ്ങനെയുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഞങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. കാരണം ഇന്നിപ്പം അതിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്ക് കൂട്ടാം. കാരണം ഇങ്ങനെ ഒരു വ്യാജ ദന്തൽ സർജൻ അവിടെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നുമുള്ള പേഷ്യൻ്റ് ഈ ഒരു ഡെൻ്റൽ സർജൻ്റെ അടുത്തേക്ക് എന്നാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാം പരിഹരിക്കുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, പെട്ടിക്കടയിൽ നിന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും കൊണ്ട്. അതാണ് ഇന്നിപ്പോൾ ഏതായാലും ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെങ്കിലും ശരി, രാമപുരം SHOയും അവരൊക്കെ കൃത്യമായിട്ട് അതിനുള്ള മറുപടി കൊടുത്തു വിട്ടിട്ടുണ്ട്. അതാണ് ഇന്നിപ്പോൾ ഇതേപ്പറ്റി നമുക്ക് പറയാനുള്ളത്. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഈ 4 കടമ്പകൾ അദ്ദേഹം വയലേഷൻ നടത്തിയെന്നൊന്നും പറഞ്ഞല്ലോ. അത് കൂടാണ്ട് ഈ കഴിഞ്ഞ 20 വർഷക്കാലത്തിലധികമായി കൂത്താട്ടുകുളത്ത് ഈ 4 വയലേഷൻ നടത്തിക്കൊണ്ട് പ്രാക്ടീസ് ചെയ്തതിന് അത് മറ്റൊരു വലിയ ഗുരുതരമായ തെറ്റാണ്. ഇനി അതിനേക്കാളും അതോടൊപ്പം തന്നെയുള്ള മറ്റൊരു ഗുരുതരമായ തെറ്റാണ് കൂത്താട്ടുകുളത്തെ ദേവമാതാ ഹോസ്പിറ്റലിൽ ഇദ്ദേഹം ഒരു സ്പെഷ്യൽ ഡെന്തൽ സർജൻ എന്ന നിലയിൽ, അവിടെ ഓൾറെഡി ദന്തൽ ഡോക്ടർമാരുണ്ട്, പക്ഷേ അതിനേക്കാളും താൻ വലിയ കേമനാണ് എന്ന് കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കിക്കൊണ്ട് അവിടെ ഇടയ്ക്ക് ഒരു വിസിറ്റിംഗ് ഡോക്ടറായിട്ട് ഇയാൾ പോയിക്കൊണ്ടിരുന്നു, സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. അതായത് നമ്മളൊന്ന് കണക്കുകൂട്ടി നോക്കണം. ഈ ചില വാർത്തകളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്. എവിടെയെങ്കിലുമൊക്കെ ഉള്ള പക്ക ഫ്രോഡുകളായിട്ടുള്ള ചില വ്യക്തികൾ താൻ വലിയ ഉന്നതതല ഉദ്യോഗസ്ഥനാണ്, ജില്ലാതല ഉദ്യോഗസ്ഥനൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് വന്ന് സാധാരണ ജോലിക്കാരുടെ അല്ല സാധാരണ ഓഫീസേഴ്സിൻ്റെ അടുത്ത് വന്ന് അവരുടെ സല്യൂട്ട് സ്വീകരിക്കുക, അതുപോലെ തന്നെ അവരുടെ സർക്കാർ വാഹനങ്ങൾ യൂസ് ചെയ്യുകയും അവസാനം അവർക്ക് തന്നെ സംശയം തോന്നി ഉള്ളിൽ പിടിച്ചെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനു മുമ്പ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞതുപോലെ അത്യാവശ്യം ഡെൻ്റൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡെൻ്റൽ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നിട്ട് താൻ അതിനേക്കാളും വലിയ കേമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 3ാം കിടക്കാരനായിട്ട് ലോക്കലായിട്ട് നടക്കുന്ന വ്യക്തി ഇത്രയും കാലം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് ഈ പറഞ്ഞതുപോലെ തന്നെ വളരെ ഗൗരവമായിട്ടുള്ള കുറ്റകരം തന്നെയാണ്. ഏകദേശം 6ഓളം വകുപ്പുകൾ പ്രകാരം ഈ വ്യക്തിക്കെതിരെ കേസെടുത്ത് ശിക്ഷയ്ക്ക് അർഹനായിരിക്കുകയാണ്. എന്താണെങ്കിലും അതിൻ്റെ ഉന്നതതല അന്വേഷണം എല്ലാ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങളതിനെ അതിൻ്റെ അപ്ഡേഷൻ എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. കാരണം DGPക്ക് കൊടുത്തിരിക്കുന്ന പരാതി പ്രകാരമുള്ള അന്വേഷണങ്ങൾ അതിശക്തമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് കൊടുത്തിരിക്കുന്ന ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിജിലൻസ് അന്വേഷണം അത് മറ്റൊരു വശത്ത് ശക്തമായിട്ട് നടക്കുന്നു. അതുപോലെ തന്നെ ലോക്കൽ ബോഡിയുടെ ഭാഗത്തുനിന്ന് അവർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ അന്വേഷണം നടക്കുന്നു. അപ്പം ഇതിനെല്ലാം ശേഷം ഈ വ്യക്തിക്ക് ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്നത് ഏകദേശം ഒരു ജീവപര്യന്തത്തിൽ കൂടുതലുള്ള തടവിനുള്ള എല്ലാ വകുപ്പുകളും പ്രകാരമുള്ള ശിക്ഷയ്ക്കുള്ള അർഹത നേടിയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ ഈ വ്യക്തിയുടെ പിന്നിൽ, കാരണം ഇത് വ്യാജന്മാരെപ്പോഴും വ്യാജനായിട്ടിരിക്കുമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഒരിടത്ത് പുള്ളി ഏതോ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഉദ്യോഗസ്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്ത് വേഷം കെട്ടിയ കാര്യം അത് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അതിനേക്കാളും ഗൗരവം കൂടിയ ഒരു സംഭവത്തെ പറ്റി ഇതിനകത്ത് നമുക്ക് ചില അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എവിഡൻസുകൾ ഞങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറിയാമല്ലോ, നമ്മുടെ ഈ ചാനൽ എന്ന് പറയുന്നത് ഡിറ്റക്റ്റീവ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മാധ്യമരംഗത്തെ ഒരു അന്വേഷണം, ശരിക്കുള്ള അന്വേഷണം ഗവൺമെൻറ് തലത്തിലുള്ള അന്വേഷണ ഏജൻസികളാണ് അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടത്. പക്ഷേ സ്വാഭാവികമായിട്ടും നമ്മുടെ പൗരബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താവുന്ന കാര്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് ഉന്നത അധികാരികളെ അറിയിക്കുക. അത് ഒരു പൗരധർമ്മത്തിൻ്റെ സാമൂഹ്യ നീതിബോധത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കടമകളാണ്, ഉത്തരവാദിത്തങ്ങളാണ്. അതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളും കൂടെ കിട്ടിയിട്ടുണ്ട്. കാരണം ഇദ്ദേഹം വേറെ ചില ഈ മറ്റൊരു മാഫിയൊക്കെ ആയിട്ടുള്ള എന്തൊക്കെയോ ബന്ധങ്ങൾ ഉള്ളതായിട്ടൊക്കെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അതിൻ്റെ എവിഡൻസുകൾ കിട്ടിക്കഴിയുമ്പോൾ അത് അറിയിക്കേണ്ടിടത്ത് അറിയിച്ചതിന് ശേഷം പൊതുസമൂഹത്തെ ഞങ്ങൾ അറിയിക്കുന്നതായിരിക്കും. കാരണം അതൊക്കെ ഉന്നത നിയമവശങ്ങളും കൂടി പരിശോധിച്ചിട്ട് വേണമല്ലോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പബ്ലിക്കിലേക്ക് പറയാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ചില റിസോർട്ട് മാഫിയകളും അതുപോലെ റിസോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള കുറേ ദുരൂഹതകൾ
അത്തരം കാര്യങ്ങളും അതുപോലെ തന്നെ ചില വടക്കേ ഇന്ത്യൻ ലോബികളുമായിട്ടുള്ള ബന്ധങ്ങൾ, ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സൂചനകൾ അതിൻ്റെ എവിഡൻസ് സഹിതം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആ എവിഡൻസ് നമ്മൾ ആദ്യമേ തന്നെ അത് അറിയിക്കേണ്ടവരെ ഉന്നത നീതിപീഠങ്ങളെ അറിയിച്ചുകൊണ്ട് തന്നെ, അല്ലെ നിയമപാലകരെ അറിയിച്ചുകൊണ്ട് തന്നെ അതിനുശേഷം പബ്ലിക്കിലേക്ക് ആണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത്. ഈ ഒരു സംഭവം പോലും കൂടെ ഞങ്ങൾ ആദ്യം ചെയ്തത് ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളെ ഉന്നത ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ, പോലീസ് ചീഫ് DGP അദ്ദേഹത്തെ അറിയിച്ചതിന് ശേഷമായിരുന്നു ഞങ്ങൾ വീഡിയോ ആണെങ്കിൽ ചെയ്തത്. അപ്പോൾ ഇനിയാണെങ്കിൽ ശരി, ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ മറ്റുള്ള വിവരണങ്ങൾ ഏതായാലും പൊതുസമൂഹത്തിലേക്ക് അറിയിക്കേണ്ടതുണ്ട്. കാരണം ഇങ്ങനെയൊരു വ്യാജൻ കഴിഞ്ഞ 10-20 വർഷമായിട്ട് നമ്മുടെ കൂത്താട്ടുകുളത്ത് ഇങ്ങനെ പ്രവർത്തിക്കുന്നു. കൂത്താട്ടുകുളം പുതുവേലിയിലാണ് ആ വ്യക്തി താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ കുടുംബജീവിതവും ഒക്കെ നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ നമുക്ക് സാന്ദർഭികമായിട്ട് പറഞ്ഞു പോകേണ്ടതായിട്ട് വന്നിരുന്നു. പക്ഷേ അതും ഇതും രണ്ടും രണ്ടാണ്, യാതൊരുവിധ ബന്ധവുമില്ല. അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നത്തിനകത്ത് ആ ഒരു വിഷയം, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മക്കളുടെ ദുരവസ്ഥയെപ്പറ്റി പറയേണ്ടി വന്ന ഒരു സാഹചര്യം, അത് അവരുടെ മാത്രം ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം ആയതുകൊണ്ടും ആ സംഭവത്തിലെ യഥാർത്ഥ വില്ലൻ ഈ വ്യക്തി ആയിരുന്നതുകൊണ്ടും, അതുപോലെ തന്നെ ഇപ്പോൾ ഈ വ്യാജ ഡോക്ടർ ചമഞ്ഞിട്ടുള്ള ആ സംഭവത്തിലെ യഥാർത്ഥ പ്രതി ഈ വ്യക്തി തന്നെ ആയതും കൊണ്ടും മാത്രമാണ് ഇതിങ്ങനെ ഒരു കണക്ഷൻ വന്നു പോയത്. അതല്ലാതെ ആ ഒരു വ്യക്തിയുടെ കുടുംബ പ്രശ്നത്തിനകത്തെ വിഷയങ്ങളും ഇതുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. അത് രണ്ടും രണ്ടാണ്. പക്ഷേ രണ്ടിലെ വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ പ്രതിയായിട്ട് വന്നിരിക്കുന്ന കഥാപാത്രം ഒന്ന് തന്നെയാണ്. അതാണ് ഈ രാജീവ് മാത്യു. നന്ദി.